ആരവം എന്ന് പറയുന്ന പടത്തിലൊരു ഒരു നിരാശ കാമുകൻ, അതെ, ഒരു ചെറിയ കാമുകൻ, ഒരു with വയലിൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് വയലിൻ വായിക്കുന്ന ഒരു വേഷത്തിൽ വായിക്കുന്നു. അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കഴിഞ്ഞാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നത്. അതെ, തീർച്ചയായിട്ടും അഭിനയം കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് എൻട്രി സിനിമയിലേക്ക് വയലിനിസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ പിന്നെ അത് ബിഹൈൻഡ് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ആ, ഓർക്കസ്ട്ര വായിക്കുമ്പോൾ അതെ അതെ ചെയ്യുന്നുണ്ട്. അതെ അതെ. പക്ഷെ മുന്നണിയിൽ വരുന്നത് അഭിനേതാവായിട്ടാണ്. അപ്പൊ അതിനും കാരണം വയലിനാണ് കേട്ടോ. ആ പക്ഷേ ആ വയലിനായതുകൊണ്ട് മാത്രം ഭരതേട്ടൻ എന്നെ പിന്നീട് വിളിക്കുന്നൊന്നും ആരും കരുതണ്ട. ഭരതേട്ടന് ഞാൻ അതിൽ വായിച്ചിരിക്കുന്ന ബിറ്റുകള് ഞാൻ ലൈവായിരുന്നു അന്ന് റെക്കോർഡിങ്. ഓ, അതായത് ഈ സിനിമയെ നമ്മൾ കേൾക്കുന്ന ബിറ്റുകൾ ലൈവായിട്ട് വായിച്ചിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്തു. പിന്നീട് സ്റ്റുഡിയോ പോയിട്ട് വീണ്ടും വായിച്ചു. സെയിം നോട്ട്സ് ഒക്കെ നമ്മൾ വായിച്ച തന്നെയാണ്. ആ, പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഭരതേട്ടന്റെ സംഗീതത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഭരതേട്ടൻ എപ്പോഴും ഈ 5 സ്വരങ്ങളുള്ള രാഗങ്ങൾ, അതായത് മോഹനം, അതിലെ ഏറ്റവും ഇഷ്ടമുള്ളത് മോഹനം, ഹിന്ദോളം, അങ്ങനെയുള്ള ശുദ്ധന്യാസ്, ഇതൊക്കെ ഭരതേട്ടന്റെ ഫേവറേറ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഗീതമാണത്.